മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ഇന്ന് അന്ത്യാഞ്ജലി. വിമാനാപകടത്തിൽ മരിച്ച അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ദേശീയ നേതാക്കന്മാരൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാൻ ബാരാമതിയിലെത്തും. അതിനിടെ വിമാനാപകടത്തിന്റെ പുതിയ CCTV ദൃശ്യം പുറത്തു വന്നു. ബാരാമതിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ്, ശരിക്കും ഈ ബാരാമതിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ദൃശ്യമനുസരിച്ച് ഈ വിമാനത്തിൻ്റെ നിയന്ത്രണം വളരെ നേരത്തെ തന്നെ കൈവിട്ടു പോയിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് ബാരാമതി വിമാനത്താവളത്തിലാണ്. ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ നമുക്ക് വിമാനത്താവളത്തിനകത്തേക്ക് ഇപ്പോൾ പ്രവേശനം അനുവദിക്കുകയാണ്. അതായത് VVIPകളുടെ ഒരു നീണ്ട നിര ഇന്നിപ്പോൾ ഇങ്ങോട്ട് എത്താൻ പോകുന്നു. പ്രധാനമന്ത്രി അടക്കമുള്ളവർ എത്തും എന്നതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ അടക്കമുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളും എത്തും. ഏതായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ദൃശ്യങ്ങളാണ്. അതായത് വിമാനത്തിന്റെ നിയന്ത്രണം അത് ലാൻഡ് ചെയ്തതിന് ശേഷം റൺവേയിൽ നിന്ന് തെന്നി മാറിയതല്ല എന്ന് ഇന്നലെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. ആ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. റൺവേയിലല്ല, മറ്റൊരിടത്താണ് വിമാനം ഇടിച്ചിറങ്ങിയത് എന്ന കാര്യമാണ് വ്യക്തമായത്. എന്നാൽ അതിനു മുൻപ്, ഈ ഇടിച്ചിറങ്ങുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നത്. വിമാനത്തിന്റെ നിയന്ത്രണം അത് ലാൻഡിങ്ങിന് മുൻപ് തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഒരു വശത്തേക്ക് പൂർണ്ണമായി ചെരിഞ്ഞാണ് അത് താഴേക്ക് കൂപ്പുകുത്തുന്നത് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് എങ്ങനെ സംഭവിച്ചു, അത് പൈലറ്റിന്റെ പിഴവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്ര തകരാറാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയിപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ നിന്നാണ്, അന്വേഷണത്തിന് ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്നാണ് ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരാൻ വേണ്ടി പോകുന്നത്. ഏതായാലും അന്വേഷണം ഇന്നലെ തന്നെ തുടങ്ങുകയും അന്വേഷണത്തിന്റെ ഭാഗമായി വിദഗ്ധ സംഘം ഇന്നലെ ബാരാമതിയിലെ എയർപോർട്ടിലേക്ക് എത്തുകയും റൺവേ അടക്കമുള്ള ഇടങ്ങളിലൊക്കെ അവർ പരിശോധന നടത്തുന്നതും നമ്മൾ നേരിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും ആ അന്വേഷണമാണ് നിർണായകം. ഏതായാലും 11 മണിയോടെയാണ് ഇന്നിപ്പോൾ അജിത് പവാറിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വിദ്യാപ്രതിഷ്ഠാൻ മൈതാനിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. VVIPകളുടെ ഒരു നീണ്ട നിര ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണത്തിലാണ് സംസ്ഥാനമുള്ളത്. ബാരാമതി എന്നത് അജിത് പവാറിന്റെ തട്ടകമാണ്. പവാർ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് അവസാന യാത്രയിൽ ഒരു വലിയ ദുരന്തത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നത്. അവിടെ അദ്ദേഹത്തിന് അന്ത്യയാത്ര നടത്തുമ്പോൾ അതിൽ കണ്ണീരുകളോടെ അദ്ദേഹത്തെ യാത്രയാക്കാൻ ബാരാമതി ഒന്നടങ്കം ഇന്നലെ പൊതുദർശനം നടന്നപ്പോഴും ഒഴുകിയെത്തിയിരുന്നു. ഇന്നും ആയിരക്കണക്കിന്, 10,000-കണക്കിന് പേരെ ഇന്നും അവസാന ചടങ്ങുകളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എസ് കെ, ഓക്കെ, എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ വിമാനാപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അന്തിമോപചാര ചടങ്ങുകളിൽ ദേശീയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചടങ്ങിനായി എത്തും, അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തും. ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമാണല്ലോ ബാരാമതി. മാത്രമല്ല അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലവും ഈ ബാരാമതി തന്നെയാണ്. അവിടുത്തെ ജനങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കാര്യം ഇനി ആര് എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടാകുമല്ലോ. തീർച്ചയായും എസ് കെ, ബാരാമതി എന്നത് പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമാണ്. യഥാർത്ഥത്തിൽ അജിത് പവാർ മറ്റൊരു ഇടത്താണ് ജനിച്ചത്, അതായത് അഹമ്മദർലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അടക്കം വളർത്തിയത്, ആദ്യം അദ്ദേഹം ഒരു പദവിയിലേക്ക് എത്തുന്നത് ബാരാമതിയിലെ ഈ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിച്ചാണ്. പിന്നീടാണ് അദ്ദേഹം പടിപടിയായി രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാവുകയും അമ്മാവന്റെ പിൻപറ്റിക്കൊണ്ട്, ശരത് പവാറിന്റെ പിൻപറ്റിക്കൊണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ മാറി ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ആളുകൾ ഇടപെടുന്നത് എന്നത് കുറച്ചുകൂടി ക്ലോസായി അദ്ദേഹം പഠിച്ചു. അതിനുശേഷമാണ് പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് അദ്ദേഹം എത്തുന്നത്. 91 മുതൽ നിരന്തരം ബാരാമതിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു. പലവട്ടം ഉപമുഖ്യമന്ത്രി, 8 തവണ ഉപമുഖ്യമന്ത്രിയെ, വിവിധ സർക്കാരുകളിൽ ധനവകുപ്പ് അദ്ദേഹം സ്വന്തം കൈകളിൽ തന്നെ വെച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിൽ ചടുലമായ നീക്കങ്ങൾ പോലും അദ്ദേഹം നടത്തിയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. 2019 പുലർച്ചെ ദേവേന്ദ്ര ഫട്നാവിസും ഒപ്പം ചേർന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു സർക്കാർ രൂപീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ പെട്ടെന്നുള്ള നീക്കങ്ങൾ നടത്തുന്ന ആളായിരുന്നു അജിത് പവാർ. അങ്ങനെയുള്ള അജിത് പവാറിന്റെ വിയോഗം അതും വളരെ അപ്രതീക്ഷിതമായി പോയി. ബാരാമതിക്കാർ സ്വാഭാവികമായും പവാർ കുടുംബത്തെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെയുള്ള മില്ലുകളും മറ്റുമൊക്കെ പവാർ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ്. അതുകൊണ്ട് ഇവിടെ നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന വലിയ പ്രസ്ഥാനങ്ങൾ അവർക്കുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വിദ്യാ പ്രതിസ്ഥാൻ എന്ന ഇടം, അത് ഒരു 65 ഏക്കറിലുള്ള വലിയ ഒരു വിദ്യാഭ്യാസ ഒരു കോംപ്ലക്സ് ആണ്. അത് ശരത് പവാറിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത്.
പ്രഖ്യാപിച്ച് അങ്ങനെ ബാരാമതിയുടെ വികസനത്തിൽ, ബാരാമതിയുടെ വളർച്ചയിലൊക്കെ തന്നെ വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ ഒരു പവർ ടാഗ് ഉള്ള ഈ പവാർ കുടുംബത്തിലെ ഇപ്പോഴത്തെ, അതായത് ശരത് പവാർ കഴിഞ്ഞാൽ ആര് എന്ന ചോദ്യത്തിന് ഔദ്യോഗിക പക്ഷം ഏതായാലും ഇപ്പോൾ പറയുന്ന പേര് അജിത് പവാർ എന്ന് തന്നെയാണ്. അങ്ങനെ ആ രീതിയിൽ വളർന്നു വന്ന ഒരു നേതാവിന്റെ വിയോഗമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ NCPയുടെ അധ്യക്ഷനായ അജിത് പവാർ മടങ്ങുമ്പോൾ ഇനിയിപ്പോൾ ആ പദവിയിലേക്ക് ആര് എന്ന ചർച്ചയൊക്കെ പിന്നാലെ തന്നെ ഉണ്ടാവും. പ്രഫുൽ പട്ടേലാണോ അല്ലെങ്കിൽ രോഹിത് പവാർ അടക്കമുള്ള ആളുകളൊക്കെ എത്തുമോ, ഒരു ലയനത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ശരത് പവാറുമായി ചേർന്ന് ഒരു ലയനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ്, രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഈ തരത്തിലൊരു അപ്രതീക്ഷിത വിയോഗം. SKN. ഓക്കെ, മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം ചേർന്ന്. ബാരാമതിയിലാണ് അദ്ദേഹത്തിന് അന്തിമോപചാര ചടങ്ങുകൾ നടക്കുക. ദേശീയ നേതാക്കന്മാരൊക്കെ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ ബാരാമതിയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഒരു യാത്ര പറച്ചിലായിരിക്കും ഇന്നുണ്ടാകുക. കാരണം അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായനായി അജിത് പവാർ വളരുമ്പോഴും ഈ ബാരാമതിക്ക് അതിലൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്. ബാരാമതി എയർഫീൽഡിന് സമീപമാണ് ഈ പ്രൈവറ്റ് ജെറ്റ്, ഈ വിമാനം തകർന്നു വീണത്. ശരിക്കും അതിനകത്ത് വളരെ പരിചയസമ്പന്നനായ പൈലറ്റായിരുന്നു ഉണ്ടായിരുന്ന. സഹ പൈലറ്റിനും നല്ല പരിചയമുള്ളതാണ്. സുമിത് കപൂറും ശംഭാനി പതക്കുമായിരുന്നു. ഇരുവരും ഈ അപകടത്തിൽ മരിച്ച 5 പേരായിരുന്നു യാത്രയുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്നലെ രാവിലെ 7:45 മുംബൈയിൽ നിന്നും പറന്ന വിമാനം ബാരാമതിക്ക് എയർഫീൽഡിന് സമീപം എത്തുമ്പോഴേക്കും ഏതാണ്ട് 8:45 ആകുന്നു. 8:45 വിമാനത്തിൻ്റെ നിയന്ത്രണം കൈവിട്ടുപോയി. വിമാനം തകർന്ന് വീഴുകയായിരുന്നു. ഇതിൽ സഞ്ചരിച്ച 5 പേരും, ഈ അജിത് പവാർ ഉൾപ്പെടെ 5 പേരും കൊല്ലപ്പെടുകയായിരുന്നു. എന്തായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം സാക്ഷ്യം വഹിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരിയെ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരൻ ആരായിരിക്കും എന്നുള്ള ചോദ്യം മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.